കേരളത്തിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള പ്രദേശം തൃശ്ശൂർ ജില്ലയാണ് എന്നുള്ള നിഗമനത്തിലാണ് സംസ്ഥാന കമ്മിറ്റി. അതായത് കൃത്യമായും തിരുവനന്തപുരം ജില്ലയിലുള്ള ചില സെലക്റ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസിയേക്കാളും ഏറെ പ്രധാനപ്പെട്ടത് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിനകത്ത് കീഴിൽ വരുന്ന നിയോജക മണ്ഡലങ്ങളെക്കുറിച്ച് തന്നെയാണ്. തൃശ്ശൂരും നാട്ടികയും അതുപോലെ തന്നെ പുതുക്കാടും ഒക്കെ ബി.ജെ.പി വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇരിങ്ങാലക്കുട ഉൾപ്പെടെ അവർ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതിന് പല കാരണങ്ങളാണ് ഉള്ളത്. നമുക്കറിയാം, തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി 74,000-ഓളം വോട്ടുകൾക്കാണ് അവിടെ വിജയിച്ചത്. അവിടെ കോൺഗ്രസിൻ്റെ വോട്ട് വലിയ തോതിൽ ഇടിഞ്ഞു. ഇപ്പോൾ അവിടെ ജോസഫ് ടാജറ്റാണ് DCC അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. നിലവിൽ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്ന കാര്യം, തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിൻ്റെ അടിവേരിളകി കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ തിരിച്ചു വരണമെങ്കിൽ താഴെത്തട്ടിൽ തന്നെ, ബൂത്ത് തലത്തിൽ തന്നെ പ്രവർത്തനം സജീവമാക്കിയാൽ മാത്രമേ മതിയാവുകയുള്ളൂ. നമുക്കറിയാം, തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ വലിയ മത്സരം കാഴ്ചവെച്ചെങ്കിൽ പോലും ശശി തരൂറിന് 16,000-ഓളം വോട്ടുകൾക്ക് വിജയിക്കാൻ കഴിഞ്ഞു. എന്നാൽ ശശി തരൂറിനെ പോലെ വലിയ രീതിയിൽ തിരുവനന്തപുരത്ത് വിജയിച്ചതുപോലെ എന്തുകൊണ്ട് തൃശ്ശൂരിൽ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല? കെ മുരളീധരനെ ഇറക്കി അവർ വിജയിക്കും എന്ന് കരുതിയെങ്കിൽ പോലും അവസാന ലാപ്പിൽ കെ മുരളീധരൻ എന്തുകൊണ്ട് ദയനീയമായി 3-ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു? ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി വളരെ മോശമാണ്. നമുക്കറിയാം, 8 കൗൺസിലർമാരാണ് ആകെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 100 വാർഡുകളുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത്. അതുപോലെ തന്നെ നിയോജക മണ്ഡലത്തിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം ഈ 4 മണ്ഡലങ്ങളിലും LDF MLA-മാരാണ് ഉള്ളത്. അതിൽ 3ഇടത്തും CPIM MLA-മാരാണ്. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനും വട്ടിയൂർക്കാവ് VK പ്രശാന്തും നേമത്ത് മന്ത്രിയായ V ശിവൻകുട്ടിയുമാണുള്ളത്. തിരുവനന്തപുരം സെൻട്രലിൽ മുൻ മന്ത്രിയായ നിലവിലെ MLA ആന്റണി രാജുവാണ് അത് പ്രതികരിക്കുന്നത്. എന്നാൽ ഇവിടെയൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ഷെയർ വർദ്ധിച്ചിട്ടില്ല. വോട്ട് ഷെയർ കുറയുകയാണ് ചെയ്തത്. വട്ടിയൂർക്കാവിലും അതുപോലെ തന്നെ കഴക്കൂട്ടത്തും കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെത്തിയത്. തിരുവനന്തപുരത്ത് VS ശിവകുമാറിനെയാണ് ആന്റണി രാജു 7,000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത്. നേമത്തും കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ് എത്തിയത്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും 3-ാം സ്ഥാനത്താണ്. ആകെ തിരുവനന്തപുരം സെൻട്രലിൽ ഒഴിച്ച് മറ്റെല്ലായിടത്തും കോൺഗ്രസിൻ്റെ ഗ്രാഫ് കുത്തനെ താപ്പോട്ടാണ്. ശശി തരൂർ മത്സരിക്കുമ്പോൾ അതിനതീതമായി വോട്ടുകൾ പിടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ എഫേർട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഹൈപ്പ് കൊണ്ട് നേടിയെടുക്കുന്ന വോട്ടുകളാണ് അദ്ദേഹത്തിനെ വിജയിപ്പിക്കുന്നതിന് പ്രധാന ഘടകമായി മാറുന്നത്. എന്നാൽ ഈ ഒരു ഘടകം, അതായത് തിരുവനന്തപുരം ജില്ലയിൽ കൂടുതൽ കോൺഗ്രസിന് കേന്ദ്രീകരിച്ച് കോർപ്പറേഷനിലടക്കം നേടിയെടുക്കേണ്ടതിൻ്റെ അനിവാര്യത ഉയർത്തിക്കാട്ടുകയാണ് ഇനി പ്രധാനപ്പെട്ട കാര്യമായി കോൺഗ്രസിന് മുന്നിലുള്ളത്. തലസ്ഥാന ജില്ലയിൽ വലിയ രീതിയിലുള്ള സ്വീകാര്യത വന്നില്ലെങ്കിൽ കൃത്യമായും തിരുവനന്തപുരം ജില്ല കൈവിട്ടു പോകുന്ന സ്ഥിതിയിലേക്കാണ്. അതുപോലെ തന്നെയാണ് തൃശ്ശൂർ ജില്ലയിലും. എന്നാൽ തൃശ്ശൂർ ജില്ലയിൽ ബി.ജെ.പിയുടെ സ്ട്രൈക്ക് റേറ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ് കോൺഗ്രസ്.